എൻ്റെ പേര് സുഭാഷ് എന്നാണ്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം വീട് ഒരു 10 ഇയേഴ്സായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാംഗ്ലൂരിൽ ആദ്യം സെറ്റിൽ ആവണമെന്ന് വിചാരിച്ചിട്ട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറേ സ്ഥലവും വീടുമായിട്ട് നോക്കിയിട്ടുണ്ട്, ഫ്ലാറ്റുമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറേ കാലം സെർച്ച് ചെയ്തിട്ടൊന്നും അങ്ങനെ നമുക്കൊരു ഇഷ്ടപ്പെട്ട മാതിരി ഒരു സൂട്ടബിളായിട്ട് എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്ഥലമായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അഥവാ റെഡിമെയ്ഡ് വീട് മാതിരി നോക്കിയാലും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു വീട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു either അവരുടെ ഡിസൈൻ ഇഷ്യൂസും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഇഷ്യൂസും ഇങ്ങനത്തെയൊക്കെ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. ഇത് ഫിനാൻഷ്യലി നോക്കിയാലും either വളരെ ഹൈ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു, ഒരു റീസണബിൾ റേറ്റിംഗിൽ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം പോസ്റ്റ് കോവിഡ് പതുക്കെ ഞാൻ ശരി നാട്ടിലോട്ട് നോക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് അങ്ങനെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് പിന്നെ വിചാരിച്ചു ഒരു വീട് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം എന്നുള്ള ഒരു തീരുമാനം എടുത്തു. ഒരു 2 ഇയേഴ്സ് സ്ഥലമായിട്ട് നോക്കി, കുറച്ച് പിന്നെ റെഡി ടു മൂവ് വീടോ ഫ്ലാറ്റോ അങ്ങനെയും നോക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇവിടെയും ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബാക്ക് 2022 ഒരു സ്ഥലം ഞാൻ ഡിസൈഡ് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സ്ഥലം നോക്കുന്ന ഇടയ്ക്ക് കുറേ കൺസ്ട്രക്ഷൻ കമ്പനീസുമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് എന്നുള്ളത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ പേര് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അഡോൺ കൺസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട് കൺസ്ട്രക്ട് ചെയ്തവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഏതായാലും ഒന്ന് മീറ്റ് ചെയ്ത് നോക്കാമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു 2-3 സിറ്റിങ്സ് ഈവൻ സ്ഥലം വാങ്ങിക്കുന്ന മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥലം വാങ്ങിച്ചപ്പം ഓക്കെ, നമ്മൾ ഇവരായിട്ട് തന്നെ പോകാമെന്നുള്ള ഒരു തീരുമാനം എടുത്തു. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു കുറച്ച് സിറ്റിംഗ് നോക്കിയിട്ട് അവർ സൈറ്റ് വിസിറ്റൊക്കെ ചെയ്തിട്ട് ഒരു പ്രപ്പോസലൊക്കെ തന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രപ്പോസലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് ഞങ്ങൾ പതുക്കെ എൻട്രി ചെയ്തു. ആദ്യം ശരി പ്രൊസീഡ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എടുത്തു. കൺസ്ട്രക്ഷൻ മോഡലും ഇതുമൊക്കെ അവർ കാണിച്ചു തരാൻ തുടങ്ങി. നമ്മുടെ റിക്വയർമെൻറ്റ്സും അവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാരലലി പതുക്കെ ഡിസൈഡ് ചെയ്തു. പിന്നെ കിണർ ഇവർ തന്നെ ആൾക്കാർ അറേഞ്ച് ചെയ്ത് എല്ലാം കൺസ്ട്രക്ട് ചെയ്ത് തന്നു. കിണർ പാറ പൊട്ടിക്കലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല ടീം ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത് പ്രപ്പോസൽ തരുമ്പോൾ. എന്നിട്ട് കിണർ പാറയൊക്കെ പൊട്ടിച്ചു, കിണറൊക്കെ പൊട്ടിച്ചു. പിന്നെ മീൻവൈൽ കൺസ്ട്രക്ഷൻ കോസ്റ്റും ഇതും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഒക്കെ ആയിട്ട് ഏകദേശം എങ്ങനെ വരും എന്നുള്ളൊരു ഫേസിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തു. ബിൽഡിങ്ങിൻ്റെ പ്രൈമറി ബിൽഡിങ്ങിൻ്റെ എങ്ങനെ വരും എന്നുള്ളത്. പിന്നെ പതുക്കെ ഓക്കെ, അവർ പറഞ്ഞ റേറ്റും നോക്കുമ്പം ഓക്കെ, ബാക്കിയുള്ള റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതും ഇതുമൊക്കെ നോക്കുമ്പം റേറ്റും ഓക്കെ ആയിരുന്നു. ഓക്കെ, പ്രൊസീഡ് ചെയ്യാം. ഒരു റീസണബിൾ വീടിന് എത്ര റേറ്റ് എസ്റ്റിമേറ്റ് വരും, ആ എസ്റ്റിമേറ്റ് തന്നെയാണ് ഇവർ പ്രപ്പോസൽ തന്നത്. അപ്പം ആദ്യം ഞങ്ങൾ വിചാരിച്ചു സ്ക്വയർ ഫീറ്റ് റേറ്റിന് പോവാന്ന്. പക്ഷെ ആ സമയത്ത് മെറ്റീരിയൽസിൻ്റെ റേറ്റൊക്കെ വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ഗ്രാജുവലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഓക്കെ, മെറ്റീരിയൽ റേറ്റ്സ് ഇപ്പോൾ വേരിയേഷൻ വരുമ്പം നമുക്ക് വേറെ റേറ്റ് ജാസ്തിയാവും, സ്ക്വയർ ഫീറ്റ് റേറ്റ് ജാസ്തിയാവും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മിസ്റ്റർ ഷിബു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, റണ്ണിങ് റേറ്റിൽ പോകാമെന്നുള്ള മാതിരി ഡിസൈഡ് ചെയ്തു. അങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ള മാതിരി പ്രപ്പോസൽ തന്നപ്പോൾ ഞങ്ങൾ റണ്ണിങ് റേറ്റിൽ പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം ഏതാണെന്ന് വെച്ചാൽ പോകാമെന്ന്. പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചോയ്സിലായിട്ട് മെറ്റീരിയൽസും എടുക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ എവിടെ നമ്മൾ ചിലത് വേണ്ടാന്ന് പറയുന്നു അല്ലെങ്കിൽ കുറയ്ക്കണം എന്ന് പറയുന്നു, അങ്ങനത്തെ ഒരു നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. ഏത് റേറ്റിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത് ഫിക്സ് ചെയ്യാം നമ്മുടെ സാനിറ്ററി വെയർസ് അല്ലെങ്കിൽ വേറെ സാധനങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്തു. പിന്നെ അഗെയിൻ ഈ കൺസ്ട്രക്ഷനിലുള്ള കല്ലുകളും ഇതും ഒക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ചോയ്സ് വരുന്നില്ല.
ശരി എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ പ്രൊസീഡ് ചെയ്തതായിരുന്നു. അപ്പോൾ അപ്പം തന്നെ നല്ല ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി, ഞാൻ വീട് ചിലതൊക്കെ കണ്ടപ്പോൾ തന്നെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. ഇങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് നമുക്ക് കോംപ്രമൈസ് ഒന്നും ഇവർ ചെയ്യുന്നില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇതിൽ ഡിസൈഡ് ചെയ്തിട്ട് കൊണ്ടുപോയതായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഇയർ ഓഗസ്റ്റിൽ മറ്റേ തുടങ്ങിയതായിരുന്നു. ജൂലൈ ഓഗസ്റ്റിലാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. 8 months ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ റഷ് ഉണ്ടായിരുന്നില്ല. അഗെയിൻ അപ്പോൾ അവർ പറഞ്ഞ ഫേസിൽ തന്നെ എല്ലാം പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ടൈമിൽ തന്നെ അവർ കറക്റ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് തരുന്നു. അതേമാതിരി എല്ലാ മെറ്റീരിയൽസും നമ്മളുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് ഏതൊക്കെ വേണം, അഥവാ നമുക്ക് വല്ല ചേഞ്ചസ് വേണോ, ഇതൊക്കെ ചോദിച്ചിട്ട് എൻക്വയറി ചെയ്തിട്ട് നോക്കണ്ടായിരുന്നു. അതേപോലെ ഈ ഡിസൈനിങ് ഫേസിലും എക്സിക്യൂഷൻ ഫേസിലും നല്ലൊരു ടീം ഉണ്ടായിരുന്നു. ഇവർക്ക് ബാക്ക് ആൻഡ് ടീം ഹെൽപ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ അവരെപ്പോഴും റീച്ചബിൾ ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സൈറ്റിൽ വരുമ്പോൾ നമ്മൾ വരുന്ന സമയത്ത് എന്തെങ്കിലും സംശയമുണ്ട്, ചേഞ്ച് ഉണ്ട്, ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ടീമിനെ വിളിച്ച ഉടനെ റെസ്പോൺസീവ് ആയിട്ട് നമുക്ക് അപ്പം തന്നെ ഇതാക്കും. വല്ല ചേഞ്ചസ് വേണമെങ്കിൽ അപ്പോഴും അവർ എക്സിക്യൂട്ട് ചെയ്ത് ഇത് തരും. മോറോവർ ഇവർ ലാസ്റ്റിൽ എക്സിക്യൂഷൻ വരുമ്പം എല്ലാം നമ്മൾ പറഞ്ഞ റേറ്റിൽ നിന്ന് വലിയൊരു ഡീവിയേഷൻസ് ഒന്നും ഇല്ലാതെ ആ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലെവലിൽ കാര്യങ്ങൾ എത്തിച്ചു തന്നു. അപ്പം ഞാനും തന്നെ ഫാമിലിയും തന്നെ എല്ലാവരും ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ് ഇവരുടെ എക്സിക്യൂഷൻ ടൈമിങ് ആൻഡ് വേസ് ഓഫ് വർക്കിംഗ് എവറിത്തിങ്.